ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിലെ മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 200 ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. ആദ്യത്തെ ചോദ്യം: എന്ത് നോക്കരുതെന്നാണ് ദൈവം കൽപ്പിച്ചത്? ഉത്തരം: മുഹൂർത്തം. ലേവ്യ പുസ്തകം 19:26. അടുത്ത ചോദ്യം: മെയ്മേൽ എന്തു ചെയ്യരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പച്ച കുത്തരുത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വൃക്ഷത്തിലുണ്ടാകുന്ന ഫലം എത്ര സംവത്സരം വരെയാണ് തിന്നരുതാത്തത്? ഉത്തരം: 3 സംവത്സരം വരെ. 19:23. അടുത്ത ചോദ്യം: എത്രാം സംവത്സരത്തിലാണ് വൃക്ഷഫലം തിന്നാൻ തുടങ്ങുന്നത്? ഉത്തരം: 5-ാം സംവത്സരം മുതൽ. 19:25. അടുത്ത ചോദ്യം: 4-ാം സംവത്സരത്തിലെ ഫലം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: യഹോവയുടെ സ്തോത്രത്തിനായി ശുദ്ധമായിരിക്കണം. 19:24. അടുത്ത ചോദ്യം: ആരുടെയെല്ലാം അടുക്കലാണ് പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ. 19:31. അടുത്ത ചോദ്യം: പരദേശിയെ ഉപദ്രവിക്കരുത്, സ്നേഹിക്കണമെന്ന് പറയുവാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം: ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നതിനാൽ. 19:34. അടുത്ത ചോദ്യം: എന്തിലെല്ലാമാണ് അന്യായം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും. 19:35. അടുത്ത ചോദ്യം: മേലേക്കിന് സന്തതിയെ കൊടുക്കുന്നവന് എങ്ങനെയാണ് കൊല്ലേണ്ടത്? ഉത്തരം: കല്ലെറിഞ്ഞ്. 20-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവന്റെ ശിക്ഷ എന്താണ്? ഉത്തരം: മരണശിക്ഷ. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ വിശുദ്ധരായിരിക്കണമെന്ന് പറഞ്ഞത്? ഉത്തരം: യഹോവ വിശുദ്ധനായതിനാൽ. 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള സ്ത്രീ പുരുഷന്മാരെ എങ്ങനെയാണ് കൊല്ലേണ്ടത്? ഉത്തരം: കല്ലെറിഞ്ഞു കൊല്ലേണം. 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുന്ന ദേശം അവരെ ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. 20:22. അടുത്ത ചോദ്യം: എങ്ങനെയുള്ള ദേശം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം: പാലും തേനും ഒഴുകുന്ന ദേശം. 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഒരു മഹാപുരോഹിതനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും ശവത്താൽ അശുദ്ധനാക്കുകയും ചെയ്യരുത്. 21:10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: അഹരോന്റെ സന്തതിയിൽ ദഹനയാഗങ്ങൾ അർപ്പിക്കുവാൻ അവകാശമില്ലാത്തത് ആർക്കാണ്? ഉത്തരം: അംഗഹീനനായവന്. 21:21. അടുത്ത ചോദ്യം: എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് വഴിപാട് കഴിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചത്? ഉത്തരം: ഊനമുള്ള യാതൊന്നിനെയും അർപ്പിക്കരുത്. 22:20. അടുത്ത ചോദ്യം: സ്വമേധാദാനമായി അർപ്പിക്കാം, എന്നാൽ നേർച്ചയായി പ്രസാദമാകയില്ല, എന്താണ്? ഉത്തരം: അവയവങ്ങളിൽ എന്തെങ്കിലും
നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയോ കുഞ്ഞാടോ? 22ന്റെ 23. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്? ഉത്തരം, യഹോവയ്ക്ക് പ്രസാദം ആകത്തക്കവണ്ണം. 22ന്റെ 29. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിരിക്കേണ്ടതിന് എന്താണ് ചെയ്തത്? ഉത്തരം, യഹോവ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്നു. 22ന്റെ 33. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള മകളാണ് അപ്പനെ അശുദ്ധനാക്കുന്നത്? ഉത്തരം, പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. 21ന്റെ 9. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് 7-ാം ദിവസം ഒരു വേലയും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ട സ്വസ്ഥതയുള്ള ശബ്ബത്തായതിനാൽ. 23ന്റെ 3. അടുത്ത ചോദ്യം, എപ്പോഴാണ് യഹോവയുടെ പെസഹ ആചരിക്കേണ്ടത്? ഉത്തരം, 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. 23ന്റെ 5. അടുത്ത ചോദ്യം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നാണ് ആചരിക്കേണ്ടത്? ഉത്തരം, 1-ാം മാസം 15-ാം തീയതി. 23ന്റെ 6. അടുത്ത ചോദ്യം, എത്ര ദിവസമാണ് യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കേണ്ടത്? ഉത്തരം, 7 ദിവസം. 23ന്റെ 8. അടുത്ത ചോദ്യം, കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ ആരുടെ അടുക്കലാണ് കൊണ്ടു ചെല്ലേണ്ടത്? ഉത്തരം, പുരോഹിതന്റെ അടുക്കൽ. നിലത്തിലെ വിളവെടുക്കുമ്പോൾ അരികെ തീർത്തു കൊയ്യരുതെന്നും കാല പെറുക്കരുതെന്നും പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം, ദരിദ്രനും പരദേശിക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി. 23-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നാണ് പാവപരിഹാര ദിവസമായി ആചരിക്കേണ്ടത്? ഉത്തരം, 7-ാം മാസം 10-ാം തീയതി. 23ന്റെ 27. അടുത്ത ചോദ്യം, 7-ാം മാസം 1-ാം തീയതി എന്താണ് ആചരിക്കേണ്ടത്? ഉത്തരം, കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗവും. 23ന്റെ 24. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾ ആത്മതപനം ചെയ്യുന്ന ദിവസം ഏത് യാഗമാണ് അർപ്പിക്കേണ്ടത്? ഉത്തരം, ദഹനയാഗം. 23ന്റെ 27. അടുത്ത ചോദ്യം, കൂടാരപ്പെരുന്നാൾ തുടങ്ങുന്നത് എന്നു മുതലാണ്? ഉത്തരം, 7-ാം മാസം 15-ാം തീയതി മുതൽ. 23ന്റെ 34. അടുത്ത ചോദ്യം, കൂടാരങ്ങളിൽ എത്ര ദിവസമാണ് പാർക്കേണ്ടത്? ഉത്തരം, 7 ദിവസം. 23ന്റെ 43. അടുത്ത ചോദ്യം, നിലവിളക്കിലെ ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. 24ന്റെ 2. അടുത്ത ചോദ്യം, നേരിയ മാവ് കൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടത്? ഉത്തരം, 12 ദോശ. 24ന്റെ 5. അടുത്ത ചോദ്യം, ഓരോ ദോശയ്ക്കും എത്ര മാവ് ഉപയോഗിക്കണം? ഉത്തരം, 2 ഇടങ്ങഴി മാവ്. 24ന്റെ 5. അടുത്ത ചോദ്യം, യഹോവയുടെ സന്നിധിയിൽ ദോശകൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത്? ഉത്തരം, തങ്കമേശമേൽ 2 അടുക്കായിട്ട്. 24ന്റെ 6. അടുത്ത ചോദ്യം, ദഹനയാഗമായി അർപ്പിക്കുന്ന അപ്പം ഭക്ഷിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഉത്തരം, അഹരോനും പുത്രന്മാർക്കും. 24ന്റെ 9. അടുത്ത ചോദ്യം,
തിരുനാമം ദുഷിച്ച് ശപിക്കുന്നവന്റെ ശിക്ഷ എന്താണ്? ഉത്തരം: കേട്ടവർ എല്ലാവരും അവന്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലേണം. 24:14. അടുത്ത ചോദ്യം: മനുഷ്യനെ കൊല്ലുന്നവന്റെ ശിക്ഷ എന്താണ്? ഉത്തരം: മരണശിക്ഷ. 24:17. അടുത്ത ചോദ്യം: മൃഗത്തെ കൊല്ലുന്നവന്റെ ശിക്ഷ എന്താണ്? ഉത്തരം: മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം. 24:18. അടുത്ത ചോദ്യം: യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് തടവിൽ വെച്ചത് ആരെയായിരുന്നു? ഉത്തരം: ശെലോമിത്തിന്റെ മകനെ. 24:12. അടുത്ത ചോദ്യം: യഹോവ ഏത് പർവ്വതത്തിൽ വെച്ചാണ് മോശയോട് അരുളി ചെയ്തത്? ഉത്തരം: സീനായി പർവ്വതത്തിൽ വെച്ച്. 25-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവ അനുവദിച്ച സംവത്സരം എത്രയായിരുന്നു? ഉത്തരം: 6 സംവത്സരം. 25:3. അടുത്ത ചോദ്യം: 50-ാം സംവത്സരം എന്തായിട്ടാണ് ആചരിക്കേണ്ടത്? ഉത്തരം: യോബേൽ സംവത്സരമായി. 25:10. അടുത്ത ചോദ്യം: യഹോവ 6-ാം സംവത്സരത്തിൽ തരുന്ന അനുഗ്രഹം എത്ര വർഷത്തേക്ക് ഉള്ളതായിരിക്കും? ഉത്തരം: 3 സംവത്സരത്തേക്ക്. 25:21. അടുത്ത ചോദ്യം: നിലം വിൽക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: ദേശം ദൈവത്തിൻ്റെതാകയാൽ. 25:23. അടുത്ത ചോദ്യം: മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ അതിനെ എത്ര സമയത്തിനകം വീണ്ടെടുത്തിരിക്കണം? ഉത്തരം: 1 സംവത്സരത്തിനകം. 25:29. അടുത്ത ചോദ്യം: തങ്ങളുടെ പട്ടണങ്ങളും വീടുകളും വീണ്ടെടുക്കുന്നതിന് സമയപരിധിയില്ലാത്തവർ ആരാണ്? ഉത്തരം: ലേവ്യർ. 25-ാം അധ്യായം 32-ാം വാക്യം. അടുത്ത ചോദ്യം: ലേവ്യർക്ക് ശാശ്വത അവകാശമായത് എന്താണ്? ഉത്തരം: അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി. 25:34. അടുത്ത ചോദ്യം: പണം എന്തു ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പലിശയ്ക്ക് കൊടുക്കരുത്. 25:37. അടുത്ത ചോദ്യം: ഇസ്രയേല്യരെ അടിമകളാക്കി വിൽക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉത്തരം: ഇസ്രയേല്യരെ ദൈവം മിസ്രയീം ദേശത്ത് നിന്നും കൊണ്ടുവന്നതിനാൽ അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. 25:42. അടുത്ത ചോദ്യം: അടിയാന്മാരെയും അടിയാട്ടിമാരെയും എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഉത്തരം: ചുറ്റുമുള്ള ജാതികളിൽ നിന്ന്. 25:44. അടുത്ത ചോദ്യം: ആരോട് കാഠിന്യം പ്രവർത്തിക്കരുതെന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം: ഇസ്രായേൽ മക്കളായ സഹോദരന്മാരോട്. 25:46. അടുത്ത ചോദ്യം: ഇസ്രയേല്യർ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചത് എന്തെല്ലാമാണ്? ഉത്തരം: വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കുത്തിയ യാതൊരു കല്ലും നമസ്കരിക്കുവാൻ ദേശത്തിൽ നാട്ടുകയുമരുത്. 26:1. അടുത്ത ചോദ്യം: തക്ക സമയത്ത് മഴ കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: യഹോവയുടെ ചട്ടവും കൽപ്പനകളും അനുസരിക്കണം. 26:3. അടുത്ത ചോദ്യം: യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചാൽ മുന്തിരിപ്പഴം പറിക്കുന്നത് എപ്പോൾ വരെ നിൽക്കുമെന്നാണ് യഹോവ കൽപ്പിച്ചത്?
ഉത്തരം വിതകാലം വരെ 26-5. അടുത്ത ചോദ്യം, ഇസ്രയേല്യരെ നിവർന്ന് നടത്തുന്നതിനു വേണ്ടി യഹോവ എന്താണ് ഒടിച്ചു കളഞ്ഞത്? ഉത്തരം ഇസ്രയേല്യരുടെ നുകക്കൈകളെ. 26-13. അടുത്ത ചോദ്യം, യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ നിയമം ലംഘിച്ചാൽ എന്തെല്ലാം രോഗങ്ങൾ വരുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ. 26-16. അടുത്ത ചോദ്യം, പാപം ചെയ്തിട്ട് യഹോവയുടെ വാക്ക് കേൾക്കാതിരുന്നാൽ ശിക്ഷ എത്ര മടങ്ങാണ് വർദ്ധിക്കുന്നത്? ഉത്തരം 7 മടങ്ങ്. ലേവ്യപുസ്തകം 26-18. അടുത്ത ചോദ്യം, യഹോവ അപ്പം എന്ന കോൽ ഒടിച്ചു കളയുമ്പോൾ ഒരു അടുപ്പിൽ എത്ര സ്ത്രീകളാണ് അപ്പം ചുടുന്നത്? ഉത്തരം 10 സ്ത്രീകൾ. 26-26. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് നേർച്ച കഴിക്കുമ്പോൾ 20 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള ആണുങ്ങളുടെ മതിപ്പ് വില എത്രയാണ്? ഉത്തരം 50 ശേക്കേൽ വെള്ളി. 27-3. അടുത്ത ചോദ്യം, ഒരു ശേക്കേൽ എത്ര ഗേരയാണ്? ഉത്തരം 20 ഗേര. 27-25. അടുത്ത ചോദ്യം, ദേശത്തിലെ ദശാംശമൊക്കെയും ആർക്കുള്ളതാകുന്നു? ഉത്തരം യഹോവയ്ക്കുള്ളത്. 27-30. അടുത്ത ചോദ്യം, എന്തിൻ്റെ 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടത്? ഉത്തരം മാടാകട്ടെ, ആടാകട്ടെ, കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിൻ്റെയും. 27-32. അടുത്ത ചോദ്യം, ഏത് വാക്കോടുകൂടിയാണ് ലേവ്യ പുസ്തകം ആരംഭിക്കുന്നത്? ഉത്തരം യഹോവ. ലേവ്യ 1-1. യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവർ എന്തിന് വഴിപാട് കഴിക്കണമെന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം കന്നുകാലികളെയോ ആടുകളോ ആയ മൃഗങ്ങളെ. ലേവ്യ 1-2. അടുത്ത ചോദ്യം, യാഗവസ്തു എങ്ങനെയുള്ളത് ആയിരിക്കണം? ഉത്തരം ഊനമില്ലാത്ത ആണായിരിക്കണം. ലേവ്യ 1-3. അടുത്ത ചോദ്യം, യാഗപീഠത്തിന്മേൽ വയ്ക്കുന്നതിന് മുൻപായി ഹോമയാഗമൃഗത്തെ എന്തു ചെയ്യണം? ഉത്തരം ഹോമയാഗമൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. ലേവ്യ 1-6. അടുത്ത ചോദ്യം, യാഗവസ്തുവിനെ എവിടെ വെച്ചാണ് അറുക്കേണ്ടത്? ഉത്തരം യാഗപീഠത്തിൻ്റെ വടക്കു വശത്ത് വെച്ച്. ലേവ്യ 1-11. അടുത്ത ചോദ്യം, പർവ്വജാതിയെ ഹോമയാഗമായി വഴിപാട് കഴിക്കുന്നവൻ എന്തിനെയാണ് യാഗം കഴിക്കേണ്ടത്? ഉത്തരം കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ. 1-14. അടുത്ത ചോദ്യം, എന്താണ് ഭോജനയാഗത്തിൻ്റെ വഴിപാടായി അർപ്പിക്കേണ്ടത്? ഉത്തരം നേരിയ മാവ്. ലേവ്യ 2-1. അടുത്ത ചോദ്യം, നേരിയ മാവ് കൊണ്ടുള്ള ഭോജനയാഗത്തിൽ എന്തെല്ലാമാണ് ചേർക്കേണ്ടത്? ഉത്തരം എണ്ണയും കുന്തിരിക്കവും. 2-1. അടുത്ത ചോദ്യം, ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് ആർക്കുള്ളതാണ്? ഉത്തരം അഹരോനും പുത്രന്മാർക്കും. ലേവ്യ 2-3. അടുത്ത ചോദ്യം, എന്തെല്ലാമാണ് ദഹനയാഗമായി ദഹിപ്പിക്കരുതാത്തത്? ഉത്തരം പുളിച്ചതൊന്നും യാതൊരു വക തേനും. 2-11. അടുത്ത ചോദ്യം, എല്ലാ വഴിപാടിനും എന്താണ് ചേർക്കേണ്ടത്? ഉത്തരം ഉപ്പ്. ലേവ്യ 2-13. അടുത്ത ചോദ്യം,
എന്താണ് ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കേണ്ടത്? ഉത്തരം കതിർ ചുട്ട് ഉതിർത്ത മണികൾ. 2:14. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള കന്നുകാലികളെയാണ് സമാധാനയാഗമായി അർപ്പിക്കേണ്ടത്? ഉത്തരം കന്നുകാലി ആണായാലും പെണ്ണായാലും ഊനമില്ലാത്തത് ആയിരിക്കണം. 3:1. അടുത്ത ചോദ്യം, സമാധാനയാഗമായ ദഹനയാഗം ആരാണ് ദഹിപ്പിക്കേണ്ടത്? ഉത്തരം അഹരോന്റെ പുത്രന്മാർ. ലേവ്യ 3:5. അടുത്ത ചോദ്യം, എന്ത് തിന്നരുതെന്നാണ് സകല വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമാക്കേണ്ടിയത്? ഉത്തരം മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത്. ലേവ്യ 3:17. അടുത്ത ചോദ്യം, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ പാപയാഗമായി യഹോവയ്ക്ക് എന്താണ് അർപ്പിക്കേണ്ടത്? ഉത്തരം ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. 4:3. അടുത്ത ചോദ്യം, അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തത്തിൽ വിരൽ മുക്കി തിരശ്ശീലയ്ക്ക് മുൻപിൽ എത്ര പ്രാവശ്യം തളിക്കണം? ഉത്തരം 7 പ്രാവശ്യം. 4:17. അടുത്ത ചോദ്യം, ഒരു പ്രമാണി പാപം ചെയ്താൽ വഴിപാടായി എന്തിനെയാണ് അർപ്പിക്കേണ്ടത്? ഉത്തരം ഊനമില്ലാത്ത ഒരു ആൺകോലാടിനെ. 4:23. അടുത്ത ചോദ്യം, ദേശത്തിലെ ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്തു കുറ്റക്കാരനായി തീർന്നാൽ എന്താണ് വഴിപാട് അർപ്പിക്കേണ്ടത്? ഉത്തരം ഊനമില്ലാത്ത ഒരു പെൺകോലാടിനെ. 4:28. അടുത്ത ചോദ്യം, പാപയാഗത്തിൽ ചേർക്കരുതാത്തത് എന്തെല്ലാമാണ്? ഉത്തരം എണ്ണയും കുന്തിരിക്കവും. 5:11. അടുത്ത ചോദ്യം, എവിടെയാണ് തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടത്? ഉത്തരം യാഗപീഠത്തിന്മേൽ. 6:13. അടുത്ത ചോദ്യം, സൗരഭ്യവാസനയായി ദഹിപ്പിച്ചതിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും എവിടെ വെച്ചാണ് തിന്നേണ്ടിയത്? ഉത്തരം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച്. ലേവ്യ 6:16. അടുത്ത ചോദ്യം, ആര് വഴിപാടായി അർപ്പിക്കുന്ന ഭോജനയാഗമാണ് തിന്നരുതെന്ന് യഹോവ കൽപ്പിച്ചത്? ഉത്തരം പുരോഹിതന്റെ ഭോജനയാഗം. ലേവ്യ 6:23. അടുത്ത ചോദ്യം, ഏത് യാഗമാണ് അതിവിശുദ്ധമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അകൃത്യയാഗം. ലേവ്യ 7:1. അടുത്ത ചോദ്യം, അകൃത്യയാഗത്തിൻ്റെ മാംസം ആരെല്ലാമാണ് തിന്നേണ്ടത്? ഉത്തരം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും. ലേവ്യ 7:6. അടുത്ത ചോദ്യം, ഏത് യാഗത്തോടു കൂടിയാണ് പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കേണ്ടത്? ഉത്തരം സ്തോത്രമായുള്ള സമാധാന യാഗത്തോടു കൂടി. ലേവ്യ 7:13. അടുത്ത ചോദ്യം, ആരെയാണ് ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഛേദിച്ച് കളയേണ്ടത്? ഉത്തരം വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ. ലേവ്യ 7:27. അടുത്ത ചോദ്യം, അഹരോന്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന്റെ ഓഹരി എന്താണ്? ഉത്തരം സമാധാന യാഗമൃഗത്തിന്റെ വലത്തെ കൈക്കുറുക്. 7:33. അടുത്ത ചോദ്യം, 7-ാം അധ്യായത്തിൽ എത്ര യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം 6 യാഗങ്ങളെക്കുറിച്ച്. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപുരണയാഗം, സമാധാനയാഗം. 7-ാം അധ്യായം 37-ാം വാക്യം. അടുത്ത ചോദ്യം, പതക്കത്തിൽ എന്തെല്ലാമാണ് വയ്ക്കേണ്ടത്? ഉത്തരം ഊറീമും തുമ്മീമും. 8:8. അടുത്ത ചോദ്യം, വിശുദ്ധ കിരീടമായ പൊൻപട്ടം എവിടെയാണ് വയ്ക്കേണ്ടത്?
ഉത്തരം തലയിൽ വയ്ക്കുന്ന മുടിയുടെ മുൻവശത്ത്. ലേവ്യ 7:9. അടുത്ത ചോദ്യം, കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചത് ആരായിരുന്നു? ഉത്തരം മോശ. ലേവ്യ 7:10. അടുത്ത ചോദ്യം, അഭിഷിക്ത തൈലം യാഗപീഠത്തിന്മേൽ എത്ര പ്രാവശ്യമാണ് തളിച്ചത്? ഉത്തരം 7 പ്രാവശ്യം. 7-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, എണ്ണയപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് അപ്പത്തിനെയാണ്? ഉത്തരം ദോശയ്ക്ക്. ലേവ്യ 8:26. അടുത്ത ചോദ്യം, കരപുരണത്തിന്റെ ആട്ടുകൊറ്റനിൽ മോശയുടെ ഓഹരി എന്തായിരുന്നു? ഉത്തരം ആട്ടുകൊറ്റന്റെ നെഞ്ച്. 8:29. അടുത്ത ചോദ്യം, കരപുരണയാഗത്തിന്റെ മാംസവും അപ്പവും അഹരോനും പുത്രന്മാരും എവിടെ വെച്ച് പാകം ചെയ്താണ് തിന്നേണ്ടിയത്? ഉത്തരം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച്. ലേവ്യ 8:31. അടുത്ത ചോദ്യം, അഹരോനും പുത്രന്മാരും എത്ര ദിവസത്തേക്കാണ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നും പുറത്തേക്ക് പോകരുതാത്തത്? ഉത്തരം 7 ദിവസം. 7-ാം അധ്യായം 33-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ജനത്തെ ആശീർവദിച്ചത്? ഉത്തരം അഹരോൻ. 9:22. അടുത്ത ചോദ്യം, എപ്പോഴാണ് ജനമെല്ലാം ആർത്തം കൊണ്ട് സാഷ്ടാംഗം വീണത്? ഉത്തരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചത് കണ്ടപ്പോൾ. ലേവ്യ 9:24. അടുത്ത ചോദ്യം, തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന കാരണത്താൽ മരിച്ചുപോയവർ ആരെല്ലാമായിരുന്നു? ഉത്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും. ലേവ്യ 10:1. അടുത്ത ചോദ്യം, നാദാബും അബീഹുവും എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചതിനാൽ. 10:2. അടുത്ത ചോദ്യം, അഹരോന്റെ ഇളയപ്പന്റെ പേര് എന്താണ്? ഉത്തരം ഉസിയേൽ. 10:4. അടുത്ത ചോദ്യം, ഉസിയേലിന്റെ ഏതെല്ലാം മക്കളെയാണ് മോശെ വിളിച്ചത്? ഉത്തരം മിഖായേലിനെയും എൽസാഫാനെയും. 10:4. അടുത്ത ചോദ്യം, മോശ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഈഥാമാറിനോടും എന്താണ് പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, വസ്ത്രം കീറുകയും അരുത്. 10:6. അടുത്ത ചോദ്യം, അഹരോനും പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് എന്തു ചെയ്യരുതെന്നാണ് മോശ പറഞ്ഞത്? ഉത്തരം സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 10-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ കുടിക്കാൻ പാടില്ലാത്തത് എന്തെല്ലാമാണ്? ഉത്തരം വീഞ്ഞും മദ്യവും. 10:9. അടുത്ത ചോദ്യം, അഹരോന് ശേഷിച്ച മക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം എലയാസർ ഈഥാമാറും. 10:12. അടുത്ത ചോദ്യം, പാപയാഗം എവിടെ വെച്ചാണ് ഭക്ഷിക്കേണ്ടത്? ഉത്തരം വിശുദ്ധ സ്ഥലത്ത് വെച്ച്. 10:17. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് തിന്നാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെയൊക്കെയും. 11:3. അടുത്ത ചോദ്യം, ഏത് മൃഗമാണ് അയവിറക്കുന്നുണ്ടെങ്കിലും കുളമ്പ് പിളർന്ന് അല്ലാത്തത്?
ഉത്തരം ഒട്ടകം. 11-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, വെള്ളത്തിൽ ഉള്ളതിൽ അറപ്പായുള്ളവ ഏതെല്ലാമാണ്? ഉത്തരം ചിറകും ചെതുമ്പലുമില്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും. 11-12. അടുത്ത ചോദ്യം, 4 കാൽ കൊണ്ട് നടക്കുന്ന മൃഗങ്ങളിൽ എങ്ങനെയുള്ളവയാണ് അശുദ്ധമായിരിക്കുന്നത്? ഉത്തരം 4 കാൽ കൊണ്ട് നടക്കുന്ന മൃഗങ്ങളിൽ ഉള്ളം കാൽ പതിച്ച് നടക്കുന്നവയല്ല. 11-27. അടുത്ത ചോദ്യം, തിന്നാവുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ എപ്പോൾ വരെ അശുദ്ധനായിരിക്കണം? ഉത്തരം സന്ധ്യ വരെ. 11-39. അടുത്ത ചോദ്യം, ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും അശുദ്ധരാകരുതെന്ന് യഹോവ കൽപ്പിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം യഹോവ വിശുദ്ധനായ കാരണത്താൽ. 11-44. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിരിക്കേണ്ടതിന്. 11-45. അടുത്ത ചോദ്യം, ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസം അശുദ്ധ ആയിരിക്കണം? ഉത്തരം 7 ദിവസം. 12-2. അടുത്ത ചോദ്യം, ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് രക്തശുദ്ധീകരണത്തിൽ ഇരിക്കേണ്ടത്? ഉത്തരം 33 ദിവസം. 12-4. അടുത്ത ചോദ്യം, പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് അശുദ്ധയായി ഇരിക്കേണ്ടത്? ഉത്തരം 2 ആഴ്ചവട്ടം. 12-5. അടുത്ത ചോദ്യം, പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് രക്തശുദ്ധീകരണത്തിൽ ഇരിക്കേണ്ടത്? ഉത്തരം 66 ദിവസം. 12-5. അടുത്ത ചോദ്യം, ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം സ്ത്രീ ഹോമയാഗത്തിനായി എന്താണ് കൊണ്ടുവരേണ്ടത്? ഉത്തരം 1 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ. ലേവ്യപുസ്തകം 12-6. അടുത്ത ചോദ്യം, ആരുടെയെങ്കിലും ശരീരത്തിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ ആദ്യം ആരെയാണ് കാണിക്കേണ്ടത്? ഉത്തരം പുരോഹിതനെ. 13-39. അടുത്ത ചോദ്യം, വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം എന്ത് ചെയ്യണം? ഉത്തരം കീറിക്കളയണം. 13-45. അടുത്ത ചോദ്യം, ഒരു കുഷ്ഠരോഗി എവിടെയാണ് പാർക്കേണ്ടത്? ഉത്തരം പാളയത്തിന് പുറത്ത്. 13-46. അടുത്ത ചോദ്യം, കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണത്തിന് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങേണ്ടത്? ഉത്തരം ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ്. 14-4. അടുത്ത ചോദ്യം, തലയും താടിയും പുരികവുമെല്ലാം വെടിപ്പാക്കേണ്ടത് ആരുടേതാണ്, എപ്പോഴാണ്? ഉത്തരം കുഷ്ഠരോഗിയുടേതാണ്. ശുദ്ധീകരണ ദിവസത്തിലാണ് വെടിപ്പാക്കേണ്ടത്. 14-9. അടുത്ത ചോദ്യം, ഏത് യാഗമാണ് പാപയാഗം പോലെ പുരോഹിതനുള്ളത്? ഉത്തരം അകൃത്യയാഗം. 14-13. അടുത്ത ചോദ്യം, ഒരു വീട്ടിൽ കുഷ്ഠബാധയുടെ ലക്ഷണം കണ്ടാൽ ആരെയാണ് അറിയിക്കേണ്ടത്? ഉത്തരം പുരോഹിതനെ. 14-35. അടുത്ത ചോദ്യം, പുരോഹിതൻ എത്ര ദിവസത്തിന് ശേഷമാണ് വടു നോക്കുവാൻ വീണ്ടും പോകേണ്ടിയത്? ഉത്തരം 7-ാം ദിവസം. 14-39. അടുത്ത ചോദ്യം, വടുവുള്ള കല്ല് നീക്കി എവിടെയാണ് ഇടേണ്ടത്?
ഉത്തരം പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത്. 14:40. അടുത്ത ചോദ്യം, വടു വീട്ടിൽ പരന്നിരുന്നാൽ അതെങ്ങനെയുള്ള കുഷ്ഠമാണ്? ഉത്തരം വീട്ടിൽ നിന്നെടുക്കുന്ന കുഷ്ഠം. 14:44. അടുത്ത ചോദ്യം, അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ എന്തെല്ലാമാണ് കൊണ്ടു ചെല്ലേണ്ടത്? ഉത്തരം പാപയാഗത്തിന് ഒരു കാളക്കിടാവിനെയും ഹോമയാഗത്തിന് ഒരാട്ടുകൊറ്റനെയും. 16:3. അടുത്ത ചോദ്യം, ഇസ്രയേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിനായി എത്ര ആട്ടുകൊറ്റനെ എടുക്കണം? ഉത്തരം 2 കോലാട്ടുകൊറ്റനെ. 16:5. അടുത്ത ചോദ്യം, സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിന് കൊണ്ടുവരുന്ന കോലാട്ടുകൊറ്റന്മാർക്ക് ചീട്ടിടുന്നത് എങ്ങനെയാണ്? ഉത്തരം യഹോവയ്ക്കെന്നും അസലേലിനെന്നും. 16:8. അടുത്ത ചോദ്യം, യഹോവയ്ക്കെന്ന് ചീട്ട് വീണ ആട്ടുകൊറ്റനെ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം അഹരോൻ പാപയാഗമായി അർപ്പിക്കണം. 16:9. അടുത്ത ചോദ്യം, അഹരോൻ കുടുംബത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ഏത് മൃഗത്തെയാണ് യാഗം കഴിക്കേണ്ടത്? ഉത്തരം കാളയെ. 16:11. അടുത്ത ചോദ്യം, അഹരോൻ കാളയുടെ രക്തം കൃപാസനത്തിൻ്റെ മുൻപിൽ എത്ര പ്രാവശ്യമാണ് തളിക്കേണ്ടത്? ഉത്തരം 7 പ്രാവശ്യം. 16:14. അടുത്ത ചോദ്യം, ഇസ്രയേൽ മക്കൾ ആത്മതപനം ചെയ്യേണ്ടത് ഏതു ദിവസമാണ്? ഉത്തരം 7-ാം മാസം 10-ാം തീയതി. 16:29. അടുത്ത ചോദ്യം, ആത്മതപനം ചെയ്യുന്ന ദിവസത്തിൽ ആരാണ് വേല ചെയ്യരുതാത്തത്? ഉത്തരം സ്വദേശിയും പരദേശിയും. 16:29. അടുത്ത ചോദ്യം, വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കുന്ന പുരോഹിതൻ എന്തുകൊണ്ടുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്? ഉത്തരം വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം. 16:33. അടുത്ത ചോദ്യം, മാംസത്തിന്റെ ജീവൻ എവിടെയാണ് വസിക്കുന്നത്? ഉത്തരം രക്തത്തിൽ. 17:11. അടുത്ത ചോദ്യം, രക്തം ഭക്ഷിക്കുന്നവനെ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ഛേദിച്ചു കളയണം. 17:14. അടുത്ത ചോദ്യം, ആരെപ്പോലെ നടക്കരുതെന്നാണ് ദൈവം മോശയോട് കൽപ്പിച്ചത്? ഉത്തരം മിസ്രയീം ദേശത്തിലെ നടപ്പുപോലെയും കനാൻ ദേശത്തിലെ നടപ്പുപോലെയും നടക്കരുത്. 18:3. അടുത്ത ചോദ്യം, മേലേക്കിന് സന്തതിയെ അർപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകും. 18:21. അടുത്ത ചോദ്യം, പ്രായമുള്ള വ്യക്തിയെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ഉത്തരം നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖത്തെ ബഹുമാനിക്കുകയും. 19:32. അടുത്ത ചോദ്യം, ആരെയാണ് ശപിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ചെകിടനെ. 19:14. അടുത്ത ചോദ്യം, എപ്രകാരമാണ് കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കുന്നത്? ഉത്തരം എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും. 19:15. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള വസ്ത്രം ധരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം 2 വക സാധനം കലർന്ന വസ്ത്രം. 19:19. അടുത്ത ചോദ്യം, മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കാതെ ആർക്കു വേണ്ടിയാണ് വിട്ടേക്കേണ്ടത്? ഉത്തരം
ദരിദ്രനും പരദേശിക്കും. ലേവ്യ പുസ്തകം 19 അധ്യായം 10 വാക്യം. ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, ദൈവവചന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.